മലബാറുകാരുടെ പ്രധാന ഉത്സവമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആചാരം കൊണ്ടും കർമ്മം കൊണ്ടും വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഉത്സവമാണ്. കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ, അതായത് അതിമനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കുതിച്ചുപായുന്ന ബാവലിയുടെ തീരത്താണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വൈശാഖ മഹോത്സവം ദക്ഷൻ്റെ സന്നിധിയിൽ, അതായത് അക്കരെ കൊട്ടിയൂരിലാണ് പ്രധാനമായ ചടങ്ങുകൾ നടക്കുന്നത്. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനമാസത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള നാളുകളിലാണ് പ്രധാനമായും ഇവിടെ ചടങ്ങുകൾ നടക്കുക. കൊട്ടിയൂർ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണല്ലോ ഇളനീർ വെയ്പ്പ്. സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര ഗംഗാധര ഗജാചരണ ഹര സുന്ദരതര പിനാകധര ഹര ചൂടാധര ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. പ്രായഭേദമന്യേ സപ്തമി വ്രതവും അനുഷ്ഠിച്ച് വ്രതശുദ്ധിയോടെ ഇളനീർ കാവുകളുമായി മഴയോടൊപ്പം കുടയും മഴക്കോട്ടും മറ്റ് ഭാണ്ഡങ്ങളുമായി ഇടവപ്പാതിയുടെ മഴയുത്സവമായ വൈശാഖ മഹോത്സവത്തിന് ഇവർ ദീർഘദൂരം കാൽനടയായി നടന്ന് ദക്ഷിണകാശിയിലേക്ക്. സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര ഗംഗാധര ഗജാചരണ ഗംഗാധര ഗജ ഭരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. തര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര ഗംഗാധര ഗജാചരണ ഭരധര ഗംഗാധര ഗജ ചരണ ഭരധര